പല ടൈപ്പ് കട്ട്ലേറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ആണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മീൻ ചൂരക്കണ്ണിയാണ് കേട്ടോ. ഈ വാലുമ്പും മുള്ളൊക്കെ ഉള്ള ടൈപ്പ് മീൻ ചൂരക്കണ്ണി എന്ന് പറയും ഞങ്ങളുടെ അവിടെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിരിക്കുക കേട്ടോ. വെന്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് മീൻ തന്നെ ഒന്ന് ചൂടാറാനായി വെച്ചിരിക്കുക. പിന്നെ അതിന് ശേഷം അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് ഒന്ന് മീൻ അങ്ങനെ തന്നെയല്ല എടുക്കും. അതിനുശേഷം നമ്മൾ അത് ഉണ്ടാക്കാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ആദ്യം 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചോപ്പറിൽ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം തന്നെ ആ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് അധികം വഴന്ന് വരേണ്ട ആവശ്യമില്ല, കുറച്ച് ഒരു ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ ആയാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇതിലേക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സിയിൽ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. ആ മീനിൻ്റെ നമ്മൾ വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. എന്ത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ റൗണ്ടിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് എഗ് ഡിപ്പ് ചെയ്തിട്ടാട്ടോ ചെയ്തെടുക്കുന്നേ. അങ്ങനെ നമ്മുടെ എല്ലാ കട്ട്ലേറ്റും നമ്മൾ ഓയിലിൽ 2 സൈഡും ആവുന്ന രീതിയിൽ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ഡാർക്ക് കളർ വരും. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇനി ആവാൻ അധികം സമയം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഫിഷ് കട്ട്ലേറ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ് കേട്ടോ.